കിഡ്നി വിൽക്കാൻ വരെ പോയ ഒരാളാണ് ഞാൻ. അത്രയും സ്ട്രഗിൾഫുൾ ആയിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോയി 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 ഇനി എനിക്ക് പോവാനായിട്ട് ഇനിയും താഴേക്ക് പോകാൻ സ്ഥലമില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് വേണ്ട, ജീവിക്കണ്ട എന്ന് വെച്ചാൽ. അപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ മകൻ ഒന്നും അറിയാതെ ഭൂമിയിലോട്ട് വന്നൊരു കുഞ്ഞല്ലേ. പിന്നെ അമ്മച്ചി പപ്പ അവർക്കൊന്നും ഒന്നും അറിയില്ലല്ലോ. അപ്പം പിന്നെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷേ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീട്ടിൽ അങ്ങനെ ഇവിടുത്തെ മലയാളികൾ എനിക്കൊരു ടിഷ്യൂ തരുമോ, ഓ നിങ്ങളിതൊക്കെ തയ്യാറാക്കി വെച്ചേക്കുവാണല്ലേ, ഇതിൻ്റെ ആവശ്യം വരുമെന്ന് നിങ്ങൾക്കറിയാം. കരയെന്ന് വിചാരിച്ചതാ. അല്ല ശരിക്കും നമ്മൾ എന്താ പറയുക, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ കുടുംബത്തിൽ വന്നതാണെങ്കിൽ, എനിക്കിപ്പോൾ മഞ്ജു പറയുന്നതനുസരിച്ച് ഓക്കെ നമ്മൾ നാളെ കല്യാണം കഴിച്ചു, നിങ്ങളുടെ വീട്ടിലത്തെ പോലെ സ്നേഹമുള്ള ഒരു ഭാര്യ ഭർത്താവ് കുടുംബം അങ്ങനെ സ്മൂത്തായിട്ട് പോവാം, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ദൈവം നമുക്ക് തരുന്ന ഓരോ വിധി നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നേരെ പക്ഷെ എന്നോട് വിപരീതമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ സാഹചര്യം. നമുക്ക് ഈ മാറ്റർ വിടാം.